Hello dear students, today we are going to start the second module. In this second module, the main topics we are going to cover are Euler graphs, Hamiltonian path and circuit. The remaining topics are Dirac's theorem for Hamiltonicity, traveling salesman problem which is also based on Hamiltonicity, then director graphs or digraphs, types of the digraphs, last topic is digraphs and the binary relation. The first and the important topic is Euler graph. So നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചതാണ് Walks are of two types, closed and open walk. Then open walk its path and closed walk നമ്മൾ circuit ഒന്നും പഠിച്ചു. Okay, walk means it's a finite alternating sequence of vertices and edges which begins and ends at vertices. ഇല്ലേ, വാക്ക് മീൻസ് നമ്മളൊരു സീക്വൻസ് ഓഫ് വേർട്ടിസസ് ആൻഡ് എഡ്ജസ് ആയിരിക്കും. അത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും വേർട്ടിസസിലായിരിക്കും. ആൻഡ് ദാറ്റ് വേർട്ടിസസ് ആർ കോൾഡ് ടെർമിനൽ വേർട്ടിസസ്. ഇഫ് ദ ടെർമിനൽ വേർട്ടിസസ് ആർ സെയിം വിച്ച് ഇസ് എ closed walk. If the terminal vertices are different, that will be a open walk. And in the case of closed walk, if the vertices except the terminal vertices gets not repeated, that closed walk is called circuit. Closed walk terminal vertex, that is starting and ending vertices അല്ലാതെ വേറൊരു വേർട്ടിസസും റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ അതിന് നമുക്ക് സർക്യൂട്ട് എന്ന് പറയാം. അതുപോലെ ഓപ്പൺ വാക്കിലും വേർട്ടിസസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാതിരുന്നാൽ അതിന് നമ്മൾ എന്തെന്ന് പറയും, പാത്ത് എന്ന് പറയും. ഓക്കെ, സോ ഇൻ ദ കേസ് ഓഫ് Euler graphs, the definition is it's a closed walk that contain all the edges of a graph. It's called a Euler line. A closed walk in a graph that contains all the edges of the graph is called an Euler line, and a graph that contains Euler line is called Euler graph. നമ്മളൊരു ഗ്രാഫ് കൺസിഡർ ചെയ്താൽ ആ ഗ്രാഫിൽ ഒരു ക്ലോസ്ഡ് വാക്ക് ഉണ്ടായിരിക്കണം ആൻഡ് ദാറ്റ് വിൽ ടച്ചസ് ഓൾ എഡ്ജസ് അറ്റ് മോസ്റ്റ് വൺസ്. ഒരു ഗ്രാഫിൽ ഒരു ക്ലോസ്ഡ് വാക്ക് ഉണ്ടായിരിക്കണം. ക്ലോസ്ഡ് വാക്ക് മീൻസ് അത് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം വേർട്ടിസസ് ആയിരിക്കണം ആൻഡ് ദാറ്റ് വിൽ കവർ ഓൾ എഡ്ജസ് അറ്റ് മോസ്റ്റ് വൺസ്. എല്ലാ എഡ്ജസിനെയും അത് കവർ ചെയ്യണം, ഒരു തവണ മാത്രമേ കവർ ചെയ്യാവൂ. അതായത് നമ്മളിപ്പോൾ പറഞ്ഞ് കഴിഞ്ഞ മൊഡ്യൂളിൽ പഠിച്ച വാക്കായാലും ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് വാക്കായാലും പാത്ത് ആൻഡ് സർക്യൂട്ട്സ് ആയാലും നമ്മൾ എഡ്ജസ് ആൻഡ് സീക്വൻസസ് ഓഫ് എഡ്ജസ് ആൻഡ് വേർട്ടിസസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ പാത്തിലും സർക്യൂട്ടിലും മാത്രം വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല എന്നൊരു കണ്ടീഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ബട്ട് ഇതിലൊന്നും എല്ലാ വേർട്ടിസസും അല്ലെങ്കിൽ എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കണം എന്നുള്ള കണ്ടീഷൻ പഠിച്ചിട്ടില്ല. ഇനി ഒരു ക്ലോസ്ഡ് വാക്കിൽ എല്ലാ എഡ്ജസും ഒരു തവണ ടച്ച് ചെയ്യണം, അങ്ങനെ കണ്ടീഷൻ വരുന്നതിനെയാണ് നമ്മൾ Euler ലൈൻ എന്ന് പറയുന്നത്. എ ക്ലോസ്ഡ് വാക്ക് that contain all edges termed as Euler line. And if a graph consists an Euler line, that graph is called Euler graph. Euler line ഉള്ള ഗ്രാഫിനെ നമ്മൾ Euler line എന്ന് പറയും. ഓക്കെ, അപ്പോൾ എളുപ്പത്തിൽ ഓർമ്മിച്ച് വയ്ക്കാൻ Euler മീൻസ് edges E. Okay, Euler means a graph which touches all edges at most once. For example, this is a graph. Okay, അപ്പോൾ ഈ ഗ്രാഫിൽ നമ്മൾ A, B, C, D, E 1, 2, 3, 4, 5. This is a graph which consists of 5 vertices A, B, C, D up to E and 5 edges 1, 2, 3 up to 5. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫിൽ ഞാനിപ്പോൾ ഒരു വാക്ക് എഴുതുവാണ് C, 3, D, 4, E. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് ഡിഫറെൻറ്റ് വേർട്ടിസസ് ആണ്. So it's an open walk and the vertices are not get repeated, so it's a path. Okay, but here it doesn't touches the edges 1 and 2. Okay, എല്ലാ എഡ്ജസിനെ ഇത് ടച്ച് ചെയ്തിട്ടില്ല. ഇനി കൺസിഡർ അനദർ വാക്ക് C, 3, D, 4, E, 5, C. Here starting and ending vertices are same, that is C, so it is a closed walk, and here also the vertices are not get repeated, so it is a circuit. But here also all the edges are not get touched, so it is also
സോ ഇൻ ദീസ് ടു കേസസ് ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ ആൻ ഊളർ ലൈൻ. ഈ രണ്ട് കേസസിലും ഇതൊരു ഫസ്റ്റ് കേസ് ഒരു ഓപ്പൺ വാക്കുമായിരുന്നു, പാത്തുമായിരുന്നു. സെക്കൻഡ് കേസിൽ അതൊരു ക്ലോസ്ഡ് വാക്കുമായിരുന്നു, സർക്യൂട്ടുമായിരുന്നു. പക്ഷേ രണ്ട് കേസിലും 1, 2 എന്ന് പറഞ്ഞ എഡ്ജസ് ഗിവൻ ഗ്രാഫിൽ 1, 2 എന്ന് പറഞ്ഞ എഡ്ജസ് ടച്ച് ചെയ്തിട്ടില്ല. സോ ഇവിടെ ഊളർ ലൈൻ ഇല്ല. ഓക്കെ, നെക്സ്റ്റ് കൺസിഡർ എ ഗ്രാഫ് എ ബി സി E1 E2 E3 A E1 B E2 C E3 A. So starting and ending, that is terminal vertices are same, so it's a closed walk, and here it touches all the edges E1 E2 and E3. The graph consists of only 3 edges, and this closed walk which consists of all edges, and this will be a Euler line. നമ്മൾ ഈ എഴുതിയ വാക്കിനെ നമുക്ക് അല്ലെങ്കിൽ ക്ലോസ്ഡ് വാക്കിനെ ഊളർ ലൈൻ എന്ന് പറയും. ആൻഡ് ദ ഗിവൻ ഗ്രാഫ് കൺസിസ്റ്റ് ഓഫ് എൻ ഊളർ ലൈൻ, സോ ദ ഗിവൻ ഗ്രാഫ് വിൽ ബി എൻ ഊളർ ഗ്രാഫ്. ഇതിനെയാണ് നമ്മൾ ഊളർ ഗ്രാഫ് എന്ന് പറയുന്നത്. തിരിഞ്ഞു പോകരുത്. ഊളർ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യമേ മനസ്സിൽ വരേണ്ട എല്ലാ എഡ്ജസ്, ഊളർ ഫസ്റ്റ് ലെറ്റർ ഈസ് ഇ ആൻഡ് എഡ്ജസ് ഫസ്റ്റ് ലെറ്റർ ഈസ് ഇ. സോ ഊളർ മീൻസ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ഓൾ എഡ്ജസ് അറ്റ് മോസ്റ്റ് വൺസ്. ഒരു ടൈം മാത്രമേ ടച്ച് ചെയ്യാൻ പാടുള്ളൂ. And the Euler graph is always connected. Connected means for every pair of vertices there is a path. The next two terms are Euler path and Euler circuit. Euler path and Euler circuit. Euler means which consists of all edges. Then path എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? That's an open walk and which consisting of which consisting of vertices gets not repeated. Okay, Euler path എന്ന് പറയുമ്പം അതൊരു path ആയിരിക്കും. പാത്ത് മീൻസ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും വേർട്ടിസസ് ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ എല്ലാ വേർട്ടിസസ് ഒന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. ആൻഡ് ഇറ്റ് ടച്ചസ് ഓൾ ദ എഡ്ജസ് ദാറ്റ് വിൽ ബി ടേംഡ് ആസ് ഊളർ പാത്ത്. സോ ഊളർ പാത്ത് ഈസ് എ പാത്ത് that uses every edges of a graph exactly once, and it starts and ends at different vertices. Then like Euler circuit, it's a circuit that uses every edges of a graph at least one, and it starts and ends at different vertices. Euler means നമ്മുടെ given ഗ്രാഫിൽ ഒരു Euler means it consisting of all edges. ഗ്രാഫിൽ എല്ലാ എഡ്ജസും നമ്മൾ പാസ് ചെയ്യണം. Then path means സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും ഡിഫറെൻറ്റ് വേർട്ടിസസ് ആയിരിക്കും. സർക്യൂട്ട് മീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം വേർട്ടിസസ് ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് 3 ടേംസും ഡിഫറെൻറ്റ് ടേംസാണ്. ഊളർ ഗ്രാഫ്സും ഊളർ പാത്തും ഊളർ സർക്യൂട്ടും ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഊളർ ഗ്രാഫിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്ലോസ്ഡ് വാക്കെന്നും അതുപോലെ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ എഡ്ജസ് എന്നും പറഞ്ഞിട്ടുണ്ട്. ദെൻ ഊളർ പാത്തിൻ്റെ കേസിലും ഊളർ സർക്യൂട്ടിൻ്റെ കേസിലും പാത്തിൻ്റെ കേസിലാണെങ്കിൽ ഓൾ എഡ്ജസ്, സർക്യൂട്ടിൻ്റെ കേസിലാണെങ്കിൽ ഓൾ എഡ്ജസ്. ഡിഫറൻസ് വേർട്ടിസസിൻ്റെ കേസിൽ മാത്രമാണ്. ബട്ട് ഇവിടെ നമുക്ക് വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്തുകൂടാ എന്ന് എടുത്ത് പറയുന്നുണ്ട്. ബട്ട് ഊളർ ഗ്രാഫിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാം. വൺസ് മോർ, ഊളർ പാത്തിൻ്റെ കേസിലായാലും ഊളർ സർക്യൂട്ടിൻ്റെ കേസിലായാലും എല്ലാ എഡ്ജസും ടച്ച് ചെയ്യണം. അതുപോലെ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. സർക്യൂട്ടിൻ്റെ കേസിൽ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡ് വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാം. ബട്ട് പാത്തിൻ്റെ കേസിൽ എല്ലാ വേർട്ടിസസും ഒരു ടൈം മാത്രമേ കാണാൻ പാടുള്ളൂ. ബട്ട് ഊളർ ഗ്രാഫിൻ്റെ കേസിൽ നമുക്ക് വേർട്ടിസസിൻ്റെ കേസിൽ സെപ്പറേറ്റ് കണ്ടീഷൻസ് ഒന്നും മെയിൻറ്റെയിൻ ചെയ്യേണ്ട. ഊളർ ഗ്രാഫ് ആകണമെങ്കിൽ ഓൺലി 2 കണ്ടീഷൻസ്. ക്ലോസ്ഡ് വാക്ക് ആയിരിക്കണം. ക്ലോസ്ഡ് വാക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും സെയിം ആയിരിക്കണമെന്നേ ഉള്ളൂ. വേർട്ടിസസ് ഇൻ ബിറ്റ്വീൻ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്താലും പ്രോബ്ലം ഇല്ല ഇൻ കേസ് ഓഫ് ക്ലോസ്ഡ് വാക്ക്. ആൻഡ് ഓൾ എഡ്ജസും ടച്ച് ചെയ്യണം. ഒന്നും കൂടെ പറയാം. 3 ഡെഫിനിഷൻസാണ് നമ്മൾ പഠിച്ചത്. ഊളർ ഗ്രാഫ്, ഊളർ പാത്ത്, ഊളർ സർക്യൂട്ട്. ഊളർ പാത്ത് 2 കണ്ടീഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൻ ഊളർ ലൈൻ. ഊളർ ലൈൻ മീൻസ് അതിൽ ഫസ്റ്റ് കണ്ടീഷൻ അതൊരു ക്ലോസ്ഡ് വാക്ക് ആയിരിക്കണം. ക്ലോസ്ഡ് വാക്ക് മീൻസ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടെക്സ് സെയിം ആയിരിക്കണം. ദെൻ ഇറ്റ് കണ്ടെയ്ൻസ് ഓൾ ദ എഡ്ജസ്. ആ 2 കേസ് മാത്രം നമ്മൾ നോക്കിയാൽ മതി. ദാറ്റ് മീൻസ് അതൊരു ഊളർ ലൈൻ ആയിരിക്കും. ഊളർ ലൈനുള്ള ഗ്രാഫിനെ നമുക്ക് ഊളർ ഗ്രാഫ് എന്ന് പറയാം. ദെൻ ഊളർ പാത്ത് ആൻഡ് സർക്യൂട്ടിൻ്റെ കേസിൽ 2 കേസിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ഊളർ മീൻസ് എല്ലാ എഡ്ജസും വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. ദെൻ പാത്ത് മീൻസ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസസ് ഡിഫറെൻ്റ് ആണോ നോക്കുക. സർക്യൂട്ട് മീൻസ് സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസ് സെയിം ആണെന്ന് നോക്കുക. ദെൻ ആ കേസിൽ വേർട്ടിസസ്
റിപ്പീറ്റ് ചെയ്താലും പ്രശ്നമൊന്നും റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഗ്രാഫിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്താലും പ്രോബ്ലം ഒന്നുമില്ല. ഇൻ കേസ് എല്ലാ വേർട്ടിസസും വന്നില്ലെങ്കിലും പ്രശ്നമില്ല. എഡ്ജസ് എല്ലാം ഒരു തവണയെങ്കിലും എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കണം. അതാണ് ആ കേസിൽ നോക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എൻ എക്സാമ്പിൾ. സോ ഹിയർ ആർ ദോസ് 2 എക്സാമ്പിൾസ്. നമുക്ക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ബി പാർട്ട് ക്വസ്റ്റ്യൻ ആണ്. ഒരു ഗിവൻ ഗ്രാഫ് തന്നിട്ട് അത് ഊള ഗ്രാഫാണോ നോക്കും. ദെൻ ഊള ഗ്രാഫ് ആണെങ്കിൽ അവിടുത്തെ ഊള ലൈൻ എടുത്തെഴുതാനും പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു വേർട്ടെക്സിൽ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ദിസ് ഗ്രാഫ്, ദെൻ ദിസ് എഡ്ജ്, സെക്കൻഡ് ദിസ് എഡ്ജ്, ദെൻ തേർഡ് ദിസ് എഡ്ജ്, ഫോർത്ത് ദിസ് എഡ്ജ്, ഫിഫ്ത്ത് ദിസ് എഡ്ജ്, സിക്സ്ത് ദിസ് എഡ്ജ്, seventh this edge, eighth this edge, then next this edge, next this edge, next this one, next this edge, next this edge, next this edge, ഈ എഡ്ജ്, ലാസ്റ്റ് ഈ എഡ്ജ്. അപ്പോൾ ഇവിടെ തിരിച്ച് നമ്മൾ എത്തി. സോ എല്ലാ എഡ്ജസിനെയും ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ചെത്തി. സ്റ്റാർട്ട് ചെയ്തെടുത്ത് തിരിച്ചെത്തി മീൻസ് ക്ലോസ്ഡ് വാക്കാണ്. ദെൻ ഓൾ എഡ്ജസും ഇവിടെ ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഒരു ഊളർ ലൈൻ ഉണ്ട് ആൻഡ് ദറ്റ് ഗ്രാഫ് ഈസ് എ ഊളർ ഗ്രാഫ്. അപ്പോൾ ഈ കേസിൽ നമ്മൾ പോയൊരു പാത്ത് എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു പാത്തിലാണ് പോയത്. ഈ പാത്തിൽ പോയി, ഈ പാത്തിൽ തിരിച്ചിവിടെ വന്നു, ദെൻ മൂവിങ് ലൈക്ക് ദിസ് ആൻഡ് ദിസ് വേ. ഇപ്പോൾ ആ കേസിൽ നമ്മൾ ഈ ഒരു വേർട്ടിസസ് 2 ടൈം ടച്ച് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓള ഗ്രാഫിൻ്റെ കേസിൽ 2 കാര്യം മാത്രം നോക്കിയാൽ മതി. നമ്മൾ സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ സ്റ്റാർട്ടിങ് വെർട്ടെക്സ് എൻഡിങ് വെർട്ടെക്സ് സെയിം ആണെന്ന് നോക്കുക. ദാറ്റ് മീൻസ് ക്ലോസ്ഡ് വാക്കാണെന്ന് നോക്കുക. ദെൻ എല്ലാ എഡ്ജസും, നമ്മുടെ ഗ്രാഫിലുള്ള എല്ലാ എഡ്ജസും ഇൻ ബിറ്റ്വീൻ വന്നിട്ടുണ്ടോ എന്ന് നോക്കുക. അതിനിടയ്ക്ക് മേ ബി വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാം. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. വേർട്ടിസസ് ചിലപ്പോൾ മിസ്സാവാം. ദാറ്റ്സ് ഓൾസോ നോട്ട് എ പ്രോബ്ലം. വേർട്ടിസസിൻ്റെ കാര്യം ഇവിടെ നോക്കേ വേണ്ട. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസ് മാത്രം നോക്കിയാൽ മതി. എല്ലാ എഡ്ജസും ഉണ്ടോ എന്ന് നോക്കുക. അതാണ് ഊളർ ഗ്രാഫ്. ബട്ട് ഊളർ പാത്ത് ആൻഡ് സർക്യൂട്ടിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ എഡ്ജസും ഉണ്ടോ എന്ന് നോക്കണം. ദെൻ പാത്ത് ആണെങ്കിൽ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസ് ഡിഫറെൻ്റ് ആയിരിക്കണം. സർക്യൂട്ട് ആണെങ്കിൽ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസ് സെയിം ആയിരിക്കണം. ആ കേസിൽ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാനും പാടില്ല. ഊളർ ഗ്രാഫിൽ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാം, പ്രോബ്ലം ഇല്ല. ദെൻ നെക്സ്റ്റ് ഗ്രാഫ്. ഹിയർ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, ഇവിടെ എത്തി. ദെൻ ഹിയർ this edge, this edge, this edge, this edge, this edge, then this edge, this edge, this edge, this edge, like this edge, this edge, this edge, this edge, this edge, this edge. അപ്പോൾ ഇവിടെ നമ്മൾ എല്ലാ എഡ്ജിനെയും ടച്ച് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തുള്ള പോർഷനിൽ തന്നെ നമ്മൾ തിരിച്ചെത്തി. ഓക്കെ, സ്റ്റാർട്ട് ചെയ്ത പോർഷനിൽ തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. Then so here also it's a closed walk and it touches all edges, so it's also this graph also consists of an Euler line and that also will be a Euler graph. Okay, ഒന്നും കൂടെ വേണമെങ്കിൽ കാണിച്ചു തരാം. സോറി, ഫസ്റ്റ് നമ്മൾ ഈ ഒരു എഡ്ജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഇവിടെ വന്നു, ദെൻ ഇവിടോട്ട് പോയി, നെക്സ്റ്റ് ദിസ് എഡ്ജ്, അടുത്തത് ഈ എഡ്ജ്, ഈ എഡ്ജ്, ഈ എഡ്ജ്, next this edge, next this edge, then next this edge, next this edge, next this edge, this edge, this one, this one, this one, this one, this one, finally this one. സ്റ്റാർട്ട് ചെയ്തെടുത്ത് തന്നെ തിരിച്ചെത്തി എല്ലാ എഡ്ജസും ടച്ച് ചെയ്തു. അതിനെയാണ് നമ്മൾ ഊളർ ഗ്രാഫ്, ഊളർ ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എടുത്ത് എഴുതുമ്പോൾ നമ്മളിപ്പം ഇതിന് 1 2 3 4 5 6 7 1 2 3 4 5 6 7 8 9 10 11 12. ഓക്കെ, അപ്പം ഞാൻ എഡ്ജ് എഴുതുന്നത് വേർട്ടിസസ് മാത്രം വെച്ച് എഴുതുവാണെങ്കിൽ 1ൽ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 1, ദെൻ 2, then 3, 1 2 3, then 4, then 5 6 5 6 7 8 7 8 9 10 9 10
11, 12, 11, 12, again 2, 4, 6, 8, 10, 12, finally 1. So starting and ending same ആയതുകൊണ്ട് ക്ലോസ്ഡ് വാക്കാണ്. ഇനി ഇൻ ബിറ്റ്വീൻ എഡ്ജസിനും കൂടെ നിങ്ങൾ നമുക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ തരുമ്പോഴത്തേക്കും ഇതേപോലൊരു പ്ലെയിൻ ഗ്രാഫ് മാത്രമായിരിക്കും, ലേബലിംഗ് ഒന്നും കാണത്തില്ല. സോ നിങ്ങളായിരിക്കണം അതിൽ വേർട്ടസസിനും നെയിം കൊടുക്കണം, ലേബിൾസ് കൊടുക്കണം, എഡ്ജസിനും നെയിം കൊടുത്തിട്ട് ഓള ലൈൻ എഴുതുമ്പോൾ വേർട്ടെക്സിൽ തുടങ്ങി വേർട്ടെക്സിൽ അവസാനിക്കണം. ദെൻ ഇൻ ബിറ്റ്വീൻ നമ്മൾ വേർട്ടെക്സിനിടയ്ക്ക് എഡ്ജും കൂടെ എഴുതിപ്പോണം, എന്നാലേ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ. ഇപ്പം ഞാൻ സ്ഥലം ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ വേർട്ടസസ് മാത്രം എഴുതിപ്പോയി. നിങ്ങൾ എക്സാമിന് എഴുതുമ്പോൾ 1നും 2നും ഇടയ്ക്ക് എഡ്ജ് ഈവൺ ആണെന്നുണ്ടെങ്കിൽ 1, 2നും ഇടയ്ക്ക് ഈവൺ തന്നെ എഴുതണം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എൻഡ് ചെയ്യുന്നതും സെയിം വേർട്ടെക്സ് ആണ്. സോ ക്ലോസ്ഡ് വാക്കാണ്, എല്ലാ എഡ്ജസിനും ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് എൻ ഓളർ ലൈൻ ആൻഡ് ദാറ്റ് ഗ്രാഫ് വിൽ ബി ഓളർ ഗ്രാഫ്. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ 2 examples. Here this is a graph consisting of 3 vertices v1, v2 and v3 and consists of 3 edges e1, e2 and e3. അപ്പോൾ നമ്മളൊരു ഓളർ ലൈൻ ഇവിടെ എഴുതുവാണ്. v1, e1, v3, e3, v2, e2, v1. ഈ പാത്തിലൂടെ പോയി. അപ്പോൾ v1, v1 സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടെക്സ് സെയിം ആണ്, ക്ലോസ്ഡ് വാക്കാണ്, എല്ലാ അഡ്ജസ്റ്റിനെയും ടച്ച് ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് എൻ ഓളർ ലൈൻ ആൻഡ് ഇറ്റ്സ് എൻ ഓളർ ഗ്രാഫ്. ഇറ്റ് ഈസ് ഓൾസോ ഇവിടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്നതും സെയിം ആയതുകൊണ്ട് ക്ലോസ്ഡ് വാക്കാണ്. ദെൻ എല്ലാ അഡ്ജസ്റ്റിനെയും ടച്ച് ചെയ്തിട്ടുണ്ട്. വേർട്ടിസസ് ഒന്നും റിപ്പീറ്റും കൂടെ ചെയ്തിട്ടില്ല. സോ ഇതിനെ നമുക്ക് ഓളർ സർക്യൂട്ട് എന്നും പറയാം. നമ്മൾ നേരത്തെ പറഞ്ഞ 2 കേസിലുമാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സോ അതിനെ നമുക്ക് ഓളർ സർക്യൂട്ട് ഒന്നും പറയാൻ പറ്റില്ല. Then next one, here this starts at B, that ഒരു സെൽഫ് ലൂപ്പ് ഉണ്ട് E2 again B, then E3 വഴി E7 വഴി Eയിലെത്തി, then D എത്തി, അപ്പോൾ E6 പാസ് ചെയ്തു, then A എത്തി, അപ്പോൾ E8 പാസ് ചെയ്തു, then B എത്തി, അപ്പോൾ E1 പാസ് ചെയ്തു, then C എത്തി, അപ്പോൾ E3 പാസ് ചെയ്തു, then D എത്തി, അപ്പോൾ E4 പാസ് ചെയ്തു, then again C എത്തി, അപ്പോൾ E5. എല്ലാ എഡ്ജസും ടച്ച് ചെയ്തിട്ടുണ്ട്. ബട്ട് ഹിയർ സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസസ് ഡിഫറെൻ്റ് ആണ്. സ്റ്റാർട്ടിങ് എൻഡിങ് വേർട്ടിസസ് ഡിഫറെൻ്റ് ആണ്. സോ ഇവിടെ ക്ലോസ്ഡ് വാക്കൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ക്ലോസ്ഡ് വാക്കല്ല ഇത്, നോട്ട് എ ക്ലോസ്ഡ് വാക്ക്. ഓക്കെ, സോ ക്ലോസ്ഡ് വാക്ക് അല്ലാത്തത് കൊണ്ട് ഇവിടെ എന്തായാലും ഒരു ഓളർ ലൈൻ ഇല്ല. ദെൻ അതുപോലെ തന്നെ ഓളർ സർക്യൂട്ടും ഇല്ല. ഇനി ഇതൊരു ഓപ്പൺ വാക്കാണ്. ബട്ട് ഇവിടെ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ബി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, ദെൻ ഡി റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തും പറയാൻ പറ്റില്ല, പാത്തൊന്നും പറയാൻ പറ്റില്ല. സോ ഇതിനെ ഓളർ ഗ്രാഫ് ഒന്നും പറയാൻ പറ്റില്ല, ഓളർ സർക്യൂട്ട് ഒന്നും പറയാൻ പറ്റത്തില്ല, ഓളർ പാത്തൊന്നും പറയാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് നോട്ട് എ ഓളർ ഗ്രാഫ്. ഓക്കെ, സോ these are all about Euler graph. What do you mean by Euler graph? Euler graph means it consisting of an Euler line. Euler line means a closed walk which consists of all edges. Then Euler path and Euler circuit. In both cases, it touches all edges, and Euler path will be a path. That means it starts and ends at different vertices, and the vertices gets not repeated. Then Euler circuit means it starts and ends at same vertices, and the vertices gets not repeated except the terminal vertices. Next is unicursal line or open line. Okay, open or unicursal line or open Euler line. Open Euler line means നമ്മൾ നേരത്തെ പഠിച്ച Euler line എന്ന് പറയുമ്പോൾ ക്ലോസ്ഡ് വാക്ക് that contain all edges. Then an open walk which contains all edges is an open Euler line or unicursal line. ഒരു ഓപ്പൺ വാക്കിൽ എല്ലാ എഡ്ജസും ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് ഓപ്പൺ ഓളർ ലൈൻ ഓർ യൂണിക്കേഴ്സൽ ലൈൻ എന്ന് പറയാം. അപ്പോൾ ആ കേസിൽ വെർട്ടിസസ് ഒന്നും നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓപ്പൺ വാക്കാണെന്ന് അറിയാൻ വേണ്ടി സ്റ്റാർട്ടിങ് ആൻഡ് ടേമിൽ വെർട്ടിസസ് മാത്രം നോക്കിയാൽ മതി. സ്റ്റാർട്ടിങ് ആൻഡ് ടേമിൽ വെർട്ടിസസ് ഡിഫറെൻ്റ് ആണെങ്കിൽ ദാറ്റ് വിൽ ബി എൻ ഓപ്പൺ വാക്ക്. ദെൻ എല്ലാ എഡ്ജസ് ഉണ്ടെന്നും കൊണ്ട് നോക്കുക, അങ്ങനെയാണെങ്കിൽ അത് ഓളർ ലൈൻ ആയിരിക്കും, ഓപ്പൺ ഓളർ ലൈൻ ആയിരിക്കും ഓർ യൂണിക്കേഴ്സൽ ലൈൻ ആയിരിക്കും. ആൻഡ് ദാറ്റ് എ ഗ്രാഫ് വിച്ച് കൺസിസ്റ്റ് ഓഫ് ദിസ് ഓപ്പൺ ഓളർ ലൈൻ ഓർ യൂണിക്കേഴ്സൽ ലൈൻ ഈസ് കോൾഡ് എ യൂണിക്കേഴ്സൽ ഗ്രാഫ്. എ ഗ്രാഫ് വിച്ച് കൺസിസ്റ്റ് ഓഫ്
a unicursal line or an open Euler line is called the unicursal graph. Okay. സോ ഇവിടെ നമുക്ക് വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് നോക്കേണ്ട ആവശ്യമില്ല. വേർട്ടിസസ് മിസ്സായിട്ടുണ്ടോ, എല്ലാ വേർട്ടിസസും ഉണ്ടോ എന്നൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടേ കണ്ടീഷൻ മാത്രം നോക്കിയാൽ മതി. ഓപ്പൺ വാക്കാണോ എന്നും എഡ്ജസ് എല്ലാം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. സോ ഇൻ ദ ഗിവൻ എക്സാമ്പിൾ, ഫസ്റ്റ് നമ്മൾ എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഫസ്റ്റ് എ ടച്ചസ് ദ എഡ്ജ് 1, റീച്ചസ് സി, ടച്ചസ് ദ എഡ്ജ് 2, ഡിയിലെത്തി, 3ലെത്തി, ദെൻ എഗെയിൻ എയിലെത്തി, 4ലെത്തി, ബിയിലെത്തി, 5ലെത്തി, ഡി, 6ലെത്തി, ഇ, 7 ബിയിലെത്തി. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത എയിലാണ്, എൻഡ് ചെയ്തത് ബിയിലാണ്. സോ ഇറ്റ്സ് എൻ ഓപ്പൺ വാക്ക് ആൻഡ് ഇറ്റ് ടച്ചസ് ഓൾ എഡ്ജസ് അറ്റ് മോസ്റ്റ് വൺസ്. ഒരു ടൈം മാത്രമേ എല്ലാ എഡ്ജസിനെയും ടച്ച് ചെയ്തിട്ടുള്ളൂ. സോ ഇവിടെ ഒരു യൂണിക്കേഴ്സൽ ലൈൻ, ഒരു ഓപ്പൺ ഊളർ ലൈൻ ഉണ്ട് ആൻഡ് ദാറ്റ് ഗ്രാഫ് ഈസ് കോൾഡ് യൂണിക്കേഴ്സൽ ഗ്രാഫ്. അപ്പോൾ ഇവിടെ നമ്മൾ എഴുതുമ്പം എ 1, സി 2, ഡി 3, എ 4, ദെൻ ബി 5, ഡി 6, ഇ 7, ബി. ഓക്കെ, പിന്നെ ഇടയ്ക്ക് വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സ്റ്റാർട്ടിങ് ആൻഡ് എൻഡിങ് വേർട്ടിസ് ഡിഫറെൻ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഓപ്പൺ വാക്കാണ്. ദെൻ എല്ലാ എഡ്ജസും വന്നിട്ടുണ്ട്. സോ it consists of an unicursal line or open Euler line, and the given graph which consisting of a Euler line is called open Euler line or unicursal line is called a unicursal graph. Okay, next is arbitrarily traceable graph. Arbitrarily traceable graph, that means നമുക്കൊരു ഗ്രാഫ് ഉണ്ട്, ഗ്രാഫ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു Euler ഗ്രാഫ് തന്നിട്ടുണ്ട്. ആ Euler ഗ്രാഫിൽ ഒരു വേർട്ടെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ വേർട്ടെക്സിൽ നിന്ന് നമുക്ക് ഏത് ഡയറക്ഷനിൽ വാക്ക് ചെയ്താലും നമുക്കൊരു Euler ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഗ്രാഫ് ഈസ് ആർബിട്രബിൾ ഗ്രാഫ്, ട്രേസബിൾ ഗ്രാഫ് ഫ്രം ദാറ്റ് വേർട്ടെക്സ്. ഒരു Euler ഗ്രാഫ് ഉണ്ട്, ആ Euler ഗ്രാഫിലെ ഒരു വേർട്ടെക്സ് കൺസിഡർ ചെയ്താൽ ആ വേർട്ടെക്സിലെ ഏത് ഡയറക്ഷനിലോട്ട് നമ്മൾ വാക്ക് ചെയ്താലും ഒരു Euler ലൈൻ കൺസ്ട്രക്ട് ചെയ്യാമെങ്കിൽ, Euler ലൈൻ മീൻസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് തന്നെ തിരിച്ച് ആ വേർട്ടെക്സിൽ തന്നെ നമ്മൾ എത്തണം, എല്ലാ എഡ്ജസും ടച്ച് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എൻ ആർബിട്രബിൾ ട്രേസബിൾ ഗ്രാഫ് ഫ്രം ദാറ്റ് വേർട്ടെക്സ്. അപ്പോൾ ചില കേസിൽ നമുക്ക് എല്ലാ വേർട്ടെക്സിനും ആർബിട്രബിൾ ട്രേസബിൾ ആയിരിക്കത്തില്ല, ചില കേസിൽ എല്ലാ വേർട്ടെക്സിനും ആർബിട്രബിൾ ട്രേസബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇൻ ദ ഗിവൻ ഗ്രാഫ് നമ്മൾ എന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഈ ഒരു പാത്ത് പോയാലും തിരിച്ച് എയിലെത്താം, Euler ലൈൻ കൺസ്ട്രക്ട് ചെയ്യാം. ദെൻ ഈ പാത്ത് പോയാലും Euler ലൈൻ കൺസ്ട്രക്ട് ചെയ്യാം. അതായത് ഇങ്ങനെയും പോവാം, ഇങ്ങനെയും പോവാം, ദെൻ ഇങ്ങനെ പോവാം, ദെൻ ഇങ്ങനെ പോവാം. എയിൽ നിന്ന് ഏത് വാക്ക് നമ്മൾ ഏത് ഡയറക്ഷനിൽ നമ്മൾ ഏത് സീക്വൻസിൽ വാക്ക് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എയിൽ തന്നെ തിരിച്ചെത്തും, Euler ലൈൻ കിട്ടിയും. ദാറ്റ് മീൻസ് എല്ലാ എഡ്ജസിനെയും ടച്ച് ചെയ്യുന്നുമുണ്ട്. സോ ദിസ് ഗ്രാഫ് ഈസ് ആർബിട്രബിൾ ട്രേസബിൾ ഫ്രം എ. ദെൻ നെക്സ്റ്റ് ഗ്രാഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ ഈ പാത്ത് വഴി നമുക്ക് എത്താം, ദെൻ ഈ പാത്ത് വഴി നോക്കുവാണെങ്കിലും നമുക്ക് എത്താം, ഏത് പാത്ത് വഴി വേണമെങ്കിലും എത്താം. സോ ഈ രണ്ട് ഗ്രാഫിലും ഏത് വേർട്ടെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഒരു Euler ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. സോ ഇൻ ദ ഗിവൻ ടു ഗ്രാഫ്സ് ഇറ്റ് ഈസ് ആർബിട്രറിലി ട്രേസബിൾ ഫ്രം ഓൾ വേർട്ടീസസ്. ഏത് വേർട്ടീസസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്കൊരു Euler ലൈൻ കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദ ഗ്രാഫ് ഈസ് ആർബിട്രറിലി ട്രേസബിൾ ഗ്രാഫ് ഫ്രം ദാറ്റ് വേർട്ടെക്സ്. ഓക്കെ, സോ ഈ വീഡിയോയിലൂടെ നമ്മൾ പഠിച്ചത് Euler ഗ്രാഫ് എന്താണെന്ന് പറഞ്ഞു, Euler പാത്ത് എന്താണെന്ന് പറഞ്ഞു, Euler സർക്യൂട്ട് എന്താണെന്ന് പറഞ്ഞു. മൂന്നിലും ഡിഫറെൻ്റ് ഉണ്ട്, മൂന്നിലും കോമൺ ആയിട്ടുള്ള കണ്ടീഷൻ എഡ്ജസ് വൺ ടൈം എല്ലാ എഡ്ജസും ടച്ച് ചെയ്തിരിക്കണം. ദെൻ Euler ഗ്രാഫിൻ്റെ കേസിൽ ക്ലോസ്ഡ് വാക്കായിരിക്കണമെന്നേ ഉള്ളൂ, ദാറ്റ് മീൻസ് വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാം. ബട്ട് പാത്തിൻ്റെ സർക്യൂട്ടിൻ്റെ കേസിൽ വേർട്ടിസസ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല.
അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ ഒരു ഗ്രാഫ് വന്നേക്കും, നമുക്കതിനകത്ത് എഡ്ജസും വേർട്ടീസസും എല്ലാം ലേബിൾ ചെയ്തിട്ട് ഒരു ഊളർ ലൈൻ അതിനകത്ത് നിന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കുക. ഊളർ ലൈൻ മീൻസ് ക്ലോസ്ഡ് ആയിരിക്കണം, അത് എല്ലാ എഡ്ജസും ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ദാറ്റ് വി ക്യാൻ സേ ദാറ്റ് ദ ഗിവൻ ഗ്രാഫ് ഈസ് ആൻ ഊളർ ഗ്രാഫ്. നെക്സ്റ്റ് ഈസ് universal line or open Euler line. Universal line means it's a open walk that contains all the edges, and a graph which consisting of a universal line is called universal graph. Last one is arbitrarily traceable graph. That means നമ്മൾ ഒരു ഗ്രാഫിലുള്ള ഗ്രാഫിൽ ഏത് വർട്ടെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ഒരു ഗിവൻ വർട്ടെക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏത് ഡയറക്ഷനിൽ വാക്ക് കൺസിഡർ ചെയ്താലും നമുക്കൊരു ഊളർ ലൈൻ കൺസ്ട്രക്ട് ചെയ്യാമെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ് ഇസ് എ ആർബിട്രറി ട്രേസബിൾ ഗ്രാഫ് ഫ്രം ദാറ്റ് പാർട്ടിക്കുലർ വേർട്ടിസസ്. Okay, thank you.